ബിഗ് ബ്രദർ എന്ന ചിത്രത്തിന്റെ ദിവസനം അനുസരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം ഞാൻ നേരുന്നു. ബിഗ് ബ്രദർ ഒരു വലിയ ചിത്രമാണ്. സാധാരണ സിദ്ദീഖ് സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ബിഗ് ബ്രദർ. അതെന്താണെന്ന് നിങ്ങൾ കാണുക, കണ്ട് മനസ്സിലാക്കുക. സാധാരണ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഇത്തരം ഫംഗ്ഷനിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ അങ്ങനെ തന്നെ ഈ ചിത്രത്തിനും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. എന്താണ് ബിഗ് ബ്രദർ? ബിഗ് ബ്രദറിൻ്റെ വിശേഷങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർ പറയും. അതിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെയും ഈ ബാൻഡിൻ്റെയും ഭയങ്കര രസകരമായ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഒരു നല്ല സായാഹ്നമായി മാറട്ടെ. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ ഈ പ്രോഗ്രാം കാണാം. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. അലങ്കരിക്കാനായി ഇവിടെ എത്തുന്നത്, തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കി തീർക്കാൻ ഇവിടെ എത്തുന്നത് ബിഗ് ബ്രദറിന്റെ ഡയറക്ടറായ ശ്രീ സിദ്ദീഖ് സാറാണ്. നല്ലൊരു ഹർഷാരയത്തോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളാം. ശ്രീ സിദ്ദീഖ് സർ, പ്രൊഡ്യൂസർ ശ്രീ ഷാജി സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൊഡ്യൂസറായ വൈശാഖ് രാജൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജെൻസോ ജോസ് സർ പ്രൊഡ്യൂസറാണ്, വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കാർണിവൽ MD ശ്രീ സുനിൽ സർ പ്രൊഡ്യൂസറാണ്, വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ഇത്രയും പേരെ വേദിയിൽ നിർത്തിക്കൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗം ശരിക്കും പറഞ്ഞാൽ ന്യായമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട് എനിക്ക്. ആദ്യത്തെ നന്ദി എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ കാരണക്കാരനായ നമ്മുടെ പ്രിയങ്കരനായ ലാലിനോട്, ആന്റണി പെരുമ്പാവൂരിനോട്. ഇങ്ങനെ ഒരു സിനിമ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിനു മുൻപ് ആന്റണി നിർമ്മിച്ച സിനിമയുടെ സമയത്താണ്, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ സമയത്താണ് ഞാനിത് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലാലിൻ്റെ ഡേറ്റ് വേണമെന്ന് രണ്ടുപേരോടും പറഞ്ഞു. തീർച്ചയായിട്ടും എന്നാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് രണ്ടുപേരും പറയുകയും അതനുസരിച്ച് ഈ അമ്മ ഷോയുടെ സമയത്താണ് ഞാൻ ഈ കഥ ലാലിനോട് പറയും, നമ്മളിത് ഉറപ്പിക്കുന്നു, ചെയ്യുന്നു എന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. അതിന് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ. പിന്നെ എന്നോടൊപ്പമുള്ള അദ്ദേഹത്തോട്, ലാലിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള എൻ്റയർ ആർട്ടിസ്റ്റുകൾ, കൊച്ചുകുട്ടി, ദേവനാരായണൻ വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ടെക്നീഷ്യൻസ്, ഒരു ഡയറക്ടറുടെ വലങ്കൈയാണ് ക്യാമറമാൻ എന്ന് പറയുന്നത് ജിത്തു. താങ്ക് യു സോ മച്ച് ജിത്തു. പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ നോബിൾ, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ നമ്മുടെ നെല്ലിക്കൻ, ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ, മണി സുചിത്ര, എൻ്റെ എഡിറ്റർ ഗൗരി ശങ്കർ. അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസിനോട് എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. അവരോടൊക്കെ ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്നോടൊപ്പം ഈ സിനിമയിൽ നിർമ്മാണ രംഗത്തുള്ള എൻ്റെ കൂടെയുള്ള, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ജെൻസോയോട് ഞാൻ ആദ്യമായി ഒരു വലിയ നന്ദി പറയുന്നു, എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും. പിന്നെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് എന്നോടൊപ്പം
എന്തിനുമുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിൽ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷാജിയും മനുവും. അവരും പിന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് വൈശാഖരാജനും അവരും കൂടിയാണ് എനിക്ക് സപ്പോർട്ട് തന്നത്. ഈ സിനിമയുടെ ഏതാണ്ട് പരിപൂർണത വരുന്ന ഘട്ടത്തിലാണ്, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് എന്നെ സഹായിക്കാനായി വന്നതാണ് നമ്മുടെ കാർണിവൽ MD ശ്രീകാന്തിനോടും അദ്ദേഹത്തിൻ്റെ കസിനും MDയുമായ ശ്രീ സുനിലിനോടും എനിക്കുള്ള നന്ദി, കാർണിവൽ സ്റ്റാഫിനോടുള്ള എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ലാൽ ഫാൻസിലെ പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഗസ്റ്റുകളായി ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടുമാണ്. പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്രയും ആളുകളോട് എനിക്കുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവിടെ എല്ലാ പ്രൊട്ടക്ഷനും തന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് എനിക്കുള്ള നന്ദി. അതുപോലെ മീഡിയ പീപ്പിളിനോടുള്ള എനിക്കുള്ള നന്ദി. അതോടൊപ്പം ഇന്ന് ഈ ഷോയുടെ ഇന്നത്തെ മാൻ ഓഫ് ദ ഡേ ആയ ദീപകിന് ഞാനൊരു ബിഗ് സല്യൂട്ട്. ദീപകിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രിപ്പ്. ഒരു നല്ല തുടക്കം ഒരു നല്ല അവസാനത്തിലേക്ക് എത്തുമെന്നാണല്ലോ പറയപ്പെടുക. ഈ നല്ല തുടക്കം സിനിമയുടെ റിലീസ് കഴിഞ്ഞാലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിൻ്റെ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിലേക്ക് നമുക്ക് നീങ്ങാം. കണ്ടോ കണ്ടോ ഇന്നോളം കാണാത്ത ചന്തം കണ്ടോ, ഇന്നെല്ലാം എല്ലാം ഓരോരോ പൂഞ്ചേലായി തോന്നുന്നുണ്ടോ.